അതെ, നിങ്ങൾ എന്തിനാ എന്നെ എടുത്തിരിക്കുന്നത് വെറുതെ ഇട്ട് പൊങ്കാലിടുന്നേ? എനിക്ക് അറിയാൻ പറ്റത്തുണ്ട് ചോദിക്കുക. ചുമ്മാ എന്നെ ഒരു ഷോർട്സ് ഇട്ട് ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം പറയും ബഹ്റൈനിൽ പോയതാ, ഇനി ഡ്രസ്സിൻ്റെ അളവ് ഇനി കുറയോ കൂടുമോ എന്തുവാ, വീട്ടിൽ ഞാനിതൊക്കെ ഇടാറുണ്ടല്ലോ, അപ്പം നിങ്ങൾക്കൊരു കുഴപ്പമില്ലേ? ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് വരാൻ നേരത്ത് കൊണ്ടുവന്ന നൈറ്റിയാണ്. ഞാൻ വീട്ടിലും ഈ ഷോർട്സും ടീഷർട്ടും മീഡി ഞാൻ എല്ലാ ഡ്രസ്സും ഇടും. ഇന്ന ഡ്രസ്സ് ഇടാവുള്ളൂ, ഇന്ന ഡ്രസ്സ് ഇടത്തില്ലെന്ന് പറഞ്ഞിട്ട് ഞാൻ എവിടെ എഗ്രിമെൻറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. പറഞ്ഞു കേട്ടോ. ഞാൻ എൻ്റെ വീട്ടിലിടുന്ന അതേ ഡ്രസ്സ് തന്നെ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ഒരു 2 ഡ്രസ്സ് പോലും ഞാൻ പുതിയത് വാങ്ങിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഓക്കെ, ബഹ്റൈനിലേക്ക് വരുമെന്ന് പറഞ്ഞ് ഞാൻ ഒരു പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടില്ല. എനിക്കുള്ള ഡ്രസ്സ് തന്നെയാണ് ഞാൻ കൊണ്ടുവന്നത്. എന്നോട് എൻ്റെ ചേട്ടൻ പറഞ്ഞത്, നീ ഉള്ള ഡ്രസ്സ് കൊണ്ടുപോയാൽ മതി, സ്പെഷ്യലായിട്ട് പുതിയത് വാങ്ങാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിൽ ഞാൻ ഉപയോഗിക്കുന്ന അതേ ഡ്രസ്സ് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അല്ലാണ്ട് അവിടെ അങ്ങനെയായിരുന്നു, ഇവിടെ ഇങ്ങനെയായിരുന്നു. ഇവിടെ ഞങ്ങൾ 3 ലേഡീസാണെന്ന് ഞാൻ നിങ്ങളോട് 100 വട്ടം പറഞ്ഞില്ലേ? ഈ റൂമിൽ നൈറ്റ് ഇട്ട് കിടന്നാലും ഷോർട്സ് ഇട്ട് കിടന്നാലും പാവാട ഇട്ട് കിടന്നാലും എന്തിട്ട് കിടന്നാലും ഞങ്ങൾ 3 പെണ്ണുങ്ങളേ ഉള്ളൂ, വേറെ എങ്ങോട്ടും പോകുന്നില്ല. പിന്നെ ഇത് തന്നെ ഇപ്പം നിക്കറിട്ടോ എന്ന് നിങ്ങൾ പറയുന്നുണ്ട്. ഈ നിക്കറിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ചെയ്യുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ ഇതൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഒന്നും നിങ്ങൾക്ക് കുഴപ്പമില്ല. ഞാൻ ബഹ്റൈനിൽ വന്ന് ഈ റൂമിൽ വന്നിട്ടപ്പോഴാണോ നിങ്ങൾക്ക് പ്രശ്നം? എനിക്ക് അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. നിങ്ങളൊന്ന് മനസ്സിലാക്കുന്ന, ഈ ബഹ്റൈനിലേക്ക് വരുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒന്നും ഏറ്റുപിടിച്ചിട്ടില്ല. ഒരു ഡ്രസ്സ് പോലും സ്പെഷ്യലായിട്ട് ഒരു പുതിയത് പോലും വാങ്ങിച്ചിട്ടില്ല. അതിന് നിങ്ങൾ എൻ്റെ കയ്യിൽ ഉള്ളത് തന്നെയാണ് ഞാൻ ഇടുന്നത്. എൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ എടുത്ത് കുറച്ച് പുറകോട്ട് നോക്ക്. എവിടെയെങ്കിലുമൊക്കെ ഞാൻ മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിലിങ്ങനെ ഇരിക്കുക. ഇവിടെ എന്ന് പറയുമ്പോൾ ചിലപ്പം പുറത്ത് പോകുന്നുണ്ട്, ചിലപ്പം ജോലിക്ക് പോകുന്നുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ആ ഡ്രസ്സിലങ്ങ് ഇട്ട് ചെയ്യുന്നു. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഫുൾ ടൈം ഞാൻ വീട്ടിലിരിക്കുമ്പം ഇങ്ങനെ ഇതേ സമയം ഇങ്ങനത്തെ ഉടുപ്പിലൊക്കെ ഞാൻ ചെയ്യും. ഇവിടെ ചിലപ്പം പുറത്തൊക്കെ പോകുമ്പോൾ വീടിടുമ്പം അങ്ങനെ കാണുന്ന, അല്ലാണ്ട് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞ് മൊത്തത്തിൽ മാറി അങ്ങനെയൊന്നും ഞാൻ മാറത്തില്ല കേട്ടോ. എനിക്ക് എന്താ ഒരു പ്രായം ഇത്രയായി. ഇനി നിങ്ങൾ എന്നെ ആൻറ്റി എന്ന് വിളിച്ചാലും തള്ളയെന്ന് വിളിച്ചാലും എനിക്ക് ഒരു പ്രശ്നവും. എൻ്റെ മക്കളുടെ ഫോട്ടോസ്, എൻ്റെ 2 പിള്ളേരുണ്ട്, എനിക്ക് 2 ആൺപിള്ളേരുണ്ട്. ഓക്കെ, ആ 2 കുട്ടികളുടെ വീഡിയോയും ആ 2 കുട്ടികളും എൻ്റെ തന്നെയാണ്. എനിക്ക് എന്തായാലും ഈ 2 കുട്ടികളുടെ അമ്മയാണ് ഞാൻ. എനിക്കത് പറയുന്നതിൽ ഒരു അന്തസ്സ് കുറവുമില്ല. ഞാൻ ഇനി വേറെ കല്യാണം പ്രായം കുറച്ച് പറഞ്ഞിട്ടും ഡ്രസ്സിൽ കാട്ടിയിട്ടും ഞാൻ വേറെ ഒരു മാരേജ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ഓക്കെ, ഒരു വട്ടം കെട്ടി, 2 പിള്ളേരും ഉണ്ട്. ഈ ലൈഫിൽ തന്നെ ഞാൻ അടങ്ങി, മതിയായോ? പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നു, അതൊക്കെ എൻ്റെ സന്തോഷം. ഇപ്പം ഞാൻ വേറൊന്നും കാണിക്കുന്നില്ല, റീൽസ് എടുക്കുന്നു, അതിലൂടെ എനിക്കൊരു ടൈം പാസ്. അതെൻ്റെ ഒരു എൻ്റെ ഒരു ഹാപ്പിനെസ്, എൻ്റെ ഇഷ്ടം. അത് ഞാൻ ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രശ്നം? നിങ്ങൾ എന്തിനെങ്കിലും ട്രോൾ ചെയ്യുന്നേ? നിങ്ങളുടെ വീട്ടിലൊന്നും കാണിക്കില്ല, ഞാൻ കാണിക്കുന്നതുകൊണ്ടേ നിങ്ങൾക്ക് പ്രശ്നമുള്ളോ? എനിക്കറിയാൻ പറ്റത്തോണ്ടിരിക്കുക. നല്ല നല്ല കമൻ്റ് ഇട്ട് നല്ല നല്ല മെസ്സേജ് ഇട്ട് ഞാൻ ഒക്കെ കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ചുമ്മാ ഇട്ടിങ്ങനെ ഇതാക്കാതെ. ഞാൻ അതിന് മാത്രം തെറ്റൊന്നും ചെയ്തില്ല. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ അറിയാം. ഓക്കെ, എൻ്റെ ഹസ്ബൻഡിന് എൻ്റെ വീട്ടുകാർക്കും അറിയാം. ഞാൻ ഈ ബഹ്റൈനിൽ ഇവിടെ വന്നതുകൊണ്ട് ഒരു പ്രത്യേകതയും കാണിച്ചിട്ടില്ല. ഞാനൊരു ബ്യൂട്ടീഷ്യൻ ഫാഷൻ ഡിസൈനിങ്ങുമാണ്. അത് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാറുള്ളതല്ലേ. അതുപോലും ഞാൻ കാണിക്കാറില്ല. ഞാൻ വർക്ക് ചെയ്ത് കൊടുക്കില്ല. ഞാൻ ഒക്കെ എൻ്റെ മുഖത്തേക്കൊന്നും ഞാൻ തേക്കാറില്ല. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ പോലും ഇതേ കണ്ടോ, ഒരു മേക്കപ്പോ ഒരു കാര്യം ഒന്നും ചെയ്യത്തില്ല. ആകപ്പാട് വല്ലപ്പോഴും ചെയ്യുന്നത് ഇച്ചിരി ലിഫ്റ്റിക്ക് ഇടും, അത്രയും മാത്രമേ ചെയ്യാറുള്ളൂ, വേറെ ഒന്നും ചെയ്യാറില്ല. അതിപ്പോൾ എനിക്ക് നിങ്ങളോട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചില കമൻറ്റ്സ് കാണുമ്പോൾ എന്തിനാണ് നമ്മളിങ്ങനെ ട്രോൾ ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഫീലിംഗ് കാരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ വേറൊരു കാര്യം, നെഗറ്റീവ് കാണുമ്പോഴേ റീച്ച് ഉണ്ടാകത്തുള്ളൂ, അതും എനിക്കറിയാം. പക്ഷെ എന്നാലും നിങ്ങളിങ്ങനെ പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞു തരും. അത് എൻ്റെ ഇഷ്ടം. ദൈവത്തെ ഓർത്ത് ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു പോയിക്കോട്ടെ. എന്നെ ഒന്ന് വെറുതെ എന്ന് വെച്ചാൽ വെറുതെ വിടും. ഞാൻ എങ്ങനെങ്കിലുമൊക്കെ ജീവിച്ചു പോയിക്കോളാം കേട്ടോ. അപ്പം ടാറ്റ.